എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഡിസംബർ 8-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാത്ത ഒരു സാഹചര്യം വന്നാൽ കേന്ദ്ര ഗവൺമെൻറ് അത്തരം ആളുകൾക്കുള്ള അരിവിഹിതം ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത്തരം ആളുകൾക്ക് അരി കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നുവിടും. ഇപ്പോൾ കേട്ടത് ഭക്ഷ്യമന്ത്രിയുടെ റേഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട അവസാന മുന്നറിയിപ്പാണ്. 15-ാം തീയതി വരെ അവസരമുണ്ട്. അത് കഴിഞ്ഞാൽ കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം മുൻഗണനാ വിഭാഗങ്ങൾക്ക് നൽകുന്ന അരി വിഹിതം വെട്ടിക്കുറക്കും. സംസ്ഥാനത്തിന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള അവസരങ്ങളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിനുള്ള അവസാന അവസരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഡിസംബർ 10-ാം തീയതി വരെയാണ് ഇതിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. അപേക്ഷ സ്വീകരിക്കുന്നതിലൂടെ ഇപ്പോൾ വന്നിട്ടുള്ള 60,000-ഓളം ഒഴിവുകളിലേക്ക് അർഹരായ മുൻഗണനാ വിഭാഗക്കാരെ ഉൾപ്പെടുത്തും. 12,000-ഓളം മഞ്ഞ റേഷൻ കാർഡുകളും 48,000 പിങ്ക് റേഷൻ കാർഡുകളുമാണ് വിതരണം ചെയ്യുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഡിസംബർ 10 വരെ അപേക്ഷിക്കാം. പരിശോധന പൂർത്തിയാക്കി കാർഡ് അനുവദിക്കും. അനർഹമായ കാർഡുകൾ സറണ്ടർ ചെയ്തതിലൂടെ ഓപ്പറേഷൻ യെല്ലോയിലൂടെ പിടിച്ചെടുത്തത് വഴിയും വന്നിട്ടുള്ള 60,000-ഓളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ആളുകളെ ഉൾപ്പെടുത്തുന്നത്. വരും ദിവസങ്ങളിലും അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകാരെ കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകും. കാരണം ഇപ്പോൾ റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള തെളിമ ബോക്സിൽ അനർഹരായവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും. ആ ഒരു സമയത്ത് എവിടെ നിന്നൊക്കെ പരാതി ലഭിച്ചിട്ടുണ്ടോ ആ പ്രദേശം മുഴുവനായും അന്വേഷിക്കുകയും അനർഹരായ മുൻഗണനാ റേഷൻ കാർഡുകാരെ ഒഴിവാക്കുകയും ചെയ്യും. പിന്നീട് വീണ്ടും അപേക്ഷ ക്ഷണിക്കുന്നതായിരിക്കും. മുൻഗണനാ കാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും കേന്ദ്രം അത് അനുവദിച്ചിരുന്നില്ല. കേരളത്തിൽ 5 വിഭാഗങ്ങളിലായി 94,80,572 റേഷൻ കാർഡുകളാണുള്ളത്. ഇതിൽ 5,83,002 മഞ്ഞ റേഷൻ കാർഡുകളും 35,95,489 പിങ്ക് റേഷൻ കാർഡുകളും ഉൾപ്പെടുന്നു. ഇത്രയും കാർഡുകൾക്ക് മാത്രമാണ് കേന്ദ്രം ഭക്ഷ്യധാന്യം അനുവദിക്കുന്നത്. നീല, വെള്ള, ബ്രൗൺ റേഷൻ കാർഡുകൾക്ക് സംസ്ഥാന സർക്കാരാണ് ഭക്ഷ്യധാന്യം നൽകുന്നത്. അനർഹരെ കണ്ടെത്താൻ ഭക്ഷ്യവകുപ്പ് നടത്തിയ ഓപ്പറേഷൻ യെല്ലോ പരിശോധനയിൽ 1.17 ലക്ഷം റേഷൻ കാർഡുകൾ കണ്ടെത്തിയിരുന്നു. സർക്കാർ ജീവനക്കാരും ആദായനികുതി അടക്കുന്നവരും മുൻഗണനാ കാർഡുകൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. 8 കോടി രൂപയിലധികം പിഴ ഈടാക്കുകയും ചെയ്തു. സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ, 25,000 രൂപയിൽ കൂടുതൽ മാസവരുമാനം ഉള്ളവർ, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ കൂടുതൽ വീടുള്ള ആളുകൾ, ഒരേക്കറിലധികം പുരയിടം ഉള്ള ആളുകൾ, പട്ടികവർഗക്കാർക്ക് ഇത് ബാധകമല്ല. ആദായനികുതി അടക്കുന്നവർ, 4 ചക്ര വാഹനം ഉള്ളവർ എന്നിവർക്ക് കാർഡിന് അർഹതയില്ല. മാത്രമല്ല തുടർച്ചയായി 3 മാസം റേഷൻ വാങ്ങാതിരുന്ന മുൻഗണനക്കാരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കും. റേഷൻ വാങ്ങാൻ അസൗകര്യം ഉണ്ടെങ്കിൽ റേഷൻ കടയിൽ എഴുതി നൽകാവുന്നതാണ്. അങ്ങനെയുള്ളവരെ മാത്രം റേഷൻ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. അല്ലാതെ 3 മാസം തുടർച്ചയായി റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കി വെള്ള വിഭാഗത്തിലേക്ക് മാറ്റും. ഇങ്ങനെയും മുൻഗണനാ വിഭാഗത്തിൽ ഒഴിവുണ്ടായിട്ടുണ്ട്. ഡിസംബർ 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് മുൻഗണന റേഷൻ കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടി ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുക. ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷ സമർപ്പിക്കാം. മുൻഗണനാ റേഷൻ കാർഡിന് പരിഗണിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ കരുതേണ്ട രേഖകളുണ്ട്. 2009-ലെ BPL പട്ടികയിൽ ഉൾപ്പെട്ട സാക്ഷ്യപത്രം, 2009-ലെ BPL പട്ടികയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ അർഹതയുണ്ട് എന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രം, വീടില്ലാത്തവർക്ക് പഞ്ചായത്ത് സെക്രട്ടറി, സ്ഥലം ഇല്ലാത്തവർക്ക് വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രം, വരുമാന സർട്ടിഫിക്കറ്റ്, വീടിൻ്റെ വിസ്തീർണ്ണം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്, നികുതി ചീട്ട്, ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും രോഗം ഉണ്ട് എങ്കിൽ ഡോക്ടറുടെ സാക്ഷ്യപത്രം, പരമ്പരാഗത തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുമായി ബന്ധപ്പെട്ട ആളുകൾ ആണ് എങ്കിൽ അധികാരികളുടെ സാക്ഷ്യപത്രം എന്നിവ സഹിതമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇനി ആരും അപേക്ഷ സമർപ്പിക്കാൻ താമസിക്കരുത്. ഇത് കഴിഞ്ഞാൽ പിന്നീട് ഒരു 3 മാസത്തിന് ശേഷമേ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ. ഡിസംബർ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പോയിട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് റിസർവ് ബാങ്കിൻ്റെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇന്ത്യൻ പ്രവാസികളുടെ വിദേശ
കറൻസി നിക്ഷേപ പലിശ നിരക്ക് ഉയർത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. രൂപയുടെ മൂല്യം കുറയുന്ന സാഹചര്യത്തിൽ കൂടുതൽ മൂലധന പ്രവാഹം ആകർഷിക്കാൻ ലക്ഷ്യമിട്ടാണ് നീക്കം. നടപടി സാമ്പത്തിക വർഷത്തെ 5ാമത്തെ ദ്വൈമാസ പണനയം പ്രഖ്യാപിക്കുമ്പോഴാണ് RBI ഗവർണർ ശക്തികാന്ത ദാസ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. NRI അക്കൗണ്ട് നിക്ഷേപകർക്ക് ഇത് വലിയ നേട്ടമാകും. മഴയുള്ള സമയത്ത് വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ ഈ ഇടെയായി കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കളക്ടറുടെ പേരിൽ വ്യാജ അവധി അറിയിപ്പുകൾ വാട്സപ്പിലൂടെ പ്രചരിക്കാറുണ്ട്. എന്നാൽ ഇനി മുതൽ അങ്ങനെയുള്ളവരെ പിന്തുടർന്ന് പൊക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായി മലപ്പുറം ജില്ലാ കളക്ടറുടെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഡിസംബർ 2 റെഡ് അലേർട്ട് ദിവസം വൈകുന്നേരമാണ് തൊട്ടടുത്ത ദിവസം കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായി വ്യാജ ഫേസ്ബുക്ക് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത്. ഔദ്യോഗികമായി കളക്ടറുടെ അവധി പ്രഖ്യാപനം വരുന്നതിന് മുമ്പായിരുന്നു തെറ്റിദ്ധാരണാജനമായ വാർത്ത പ്രചരിച്ചത്. ഇതിനെതിരെ ജില്ലാ കളക്ടർ VR വിനോദ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങി. സമൂഹത്തിൽ ആശയക്കുഴപ്പവും തെറ്റിദ്ധാരണയും സൃഷ്ടിക്കുന്നതും ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുന്നതുമായ വ്യാജ സന്ദേശം സൃഷ്ടിച്ചവർക്കെതിരെ IT ആക്ട് ഉൾപ്പെടെയുള്ള നടപടിയാണ് കളക്ടർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. മേലിൽ ഇങ്ങനെയുള്ള സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് അത് സത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇല്ല എങ്കിൽ കേസിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രാദേശിക സ്കൂൾ അവധികൾ പ്രഖ്യാപിച്ചു. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് ആ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 9-ാം തീയതിയും 10-ാം തീയതിയും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വോട്ടെടുപ്പ് നടക്കുന്ന സ്കൂളുകളിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ ചൊവ്വാഴ്ച ദിവസവും പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് ഇന്നലെയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടൊപ്പം തന്നെ സോളാർ വൈദ്യുതി ലഭ്യത കണക്കിലെടുത്ത് പ്രതിമാസം 250 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളുടെ പകൽ സമയത്തെ നിരക്കിൽ 10% കുറവ് വരുത്തി. 5 ലക്ഷത്തോളം ഗാർഹിക ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുമെന്നാണ് വിലയിരുത്തൽ. ചെറുകിട വ്യവസായ മേഖലയിൽ പകൽ സമയത്തെ വൈദ്യുതി നിരക്കിൽ 10% കുറവ് വരുത്തി. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ ഉപയോഗിക്കുന്ന വൈദ്യുതിക്കാണ് കുറവ് വരുത്തിയിട്ടുള്ളത്. ചെറുകിട വ്യവസായികൾക്ക് ആശ്വാസം ലഭിക്കും എന്നാണ് പറയുന്നത്. അതേസമയം പ്രതിമാസം 250 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളെ TOD നിരക്കിലേക്ക് മാറ്റും. ഓഡിറ്റോറിയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, കൺവെൻഷൻ സെന്ററുകൾ തുടങ്ങിയവർക്ക് ആവശ്യമുള്ള സമയത്ത് ഫിക്സഡ് ചാർജ് ഒഴിവാക്കി താൽക്കാലിക കണക്ഷൻ നൽകാനും അനുമതി നൽകി. സിംഗിൾ ഫേസ് 50 യൂണിറ്റ് വരെ ഫിക്സഡ് ചാർജ് 45 രൂപയാകും. 51 മുതൽ 100 യൂണിറ്റ് വരെയുള്ളവർക്ക് ഫിക്സഡ് ചാർജ് 75 രൂപയിൽ നിന്നും 85 രൂപയായി മാറും. ഇത് 3 ഫേസ് ആണ് എങ്കിൽ 160 രൂപ ഫിക്സഡ് ചാർജ് 175 രൂപയായി മാറും. ഇതിനു പുറമെയാണ് ഓരോ യൂണിറ്റിനും 16 പൈസയുടെ വർധനവ് വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ബില്ലിൽ വലിയൊരു വർധനവ് എല്ലാവരും പ്രതീക്ഷിക്കാം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. പവന് 57,000 രൂപയ്ക്ക് താഴെയായിട്ടാണ് തുടരുന്നത്. ഒരു പവൻ സ്വർണത്തിൻ്റെ വില 56,920 രൂപയും ഗ്രാമിൻ്റെ വില 7,115 രൂപയുമാണ്. ഇന്നലെ 200 രൂപ ഒരു പവൻ സ്വർണത്തിന് കുറഞ്ഞിരുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാൻ തരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.